ചക്ക ഇന്നലെ ഒരു കഷ്ണം കൊത്തിയിട്ട് വെച്ചു അമ്മ. ഒരു കഷ്ണം ഇന്നും എന്താ കൊത്തിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കൊത്താനും നിനക്കാവില്ല, മോള് കൊത്തി തന്നാൽ ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കും. എന്താ ചക്കയൊന്നും ആരും കളയല്ലേ, ഇല്ലവരെ ഇത് കാണിക്കാൻ വിഷമമുണ്ട്. എത്രയോ ആൾ ചക്കയില്ലാണ്ട് നമ്മൾ ഇത് ഇടുമ്പോൾ അല്ലേ അറിയുന്നത്. എത്രയോ ആൾക്ക് ചക്കയില്ലവരിത് കളയാതെ കുറച്ചെങ്കിലും കുറച്ച് അത് കഴിക്കണം എന്തായാലും. എന്തെല്ലോ രോഗത്തിനിപ്പം മരുന്നാണിത്, മാറാത്ത രോഗത്തിനെല്ലാം മരുന്നാണ് ഇപ്പം ഇത്. ക്യാൻസറിനെ വരെ തടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇത്രയും നല്ലത് ചക്ക, വിഷമില്ലാത്തതുമല്ലേ, ഒന്നും ഒരു ഇതില്ലാത്തതല്ലേ ഇത്. നമുക്ക് എത്ര തിന്നാലും ഒന്നും ആവില്ല, എന്നാലും പറ്റുന്നില്ല ചിലക്കൊന്നും ഇത് പറ്റൂല എന്ന് പറയും. എന്നാലും വളരെ കുറച്ചെങ്കിലായിട്ട് കഴിക്കണം എല്ലാവരും ഇത്. ചക്കയും ചക്കയുടെ കുരുവാണെങ്കിൽ അതും കുരുവിൻ്റെ ആ കറുപ്പ് കളറിലെ മേലെയില്ലേ അത് കളയാതെ, അതെല്ലാം നല്ല ഔഷധമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കിട്ടുന്ന എങ്ങനെയെങ്കിലും ആർക്കും ഇല്ലാത്തവർ ഇല്ലെടുക്കുന്ന വാങ്ങിയിട്ടെങ്കിലും തിന്നാൻ ശ്രമിക്കണം. ഇത് നാട്ടിലെല്ലാം ചക്കയിൽ എല്ലാവർക്കും ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കിട്ടുമല്ലോ. പഴയ കാലത്തെല്ലാം ഇത് എത്ര ദൂരത്താണ് പോയിട്ട് കെട്ടിയിട്ട് കൊണ്ടുവരുന്നു ചക്ക. അങ്ങനെ ആയാലും അവർ തിന്നന്നേരം ഒന്നുമില്ലല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. എവിടെ പോയിട്ടും അവർ കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് തിന്നും. കളഞ്ഞു കൂടി ഇരുന്ന് ചക്ക കൊത്തലും ഇരിയലും വെച്ച് തിന്നലും കുറേ ഇലയെല്ലാം എല്ലാം എന്തൊരു ആഘോഷം പോലെയല്ലേ അവർ ചക്ക വെച്ച് തിന്നലേ. അന്നില്ലവരെ ആരോഗ്യം നമുക്കിപ്പോൾ ഉണ്ടാ. ഇപ്പം രോഗമല്ല എല്ലാവർക്കും. എല്ലാവരും ഈ മറ്റുള്ള ആഹാരം കഴിക്കാണ്ട് വീട്ടിലെ ആഹാരം തന്നെ കഴിച്ച് രോഗമെല്ലാം വരുത്താതെ നോക്കണം. ഇപ്പം എല്ലാം രോഗമല്ലേ എവിടെ നോക്കിയാലും. എന്തായാലും നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ ആയിരം ഉണ്ടാക്കുന്നത് എല്ലാവരും ഭക്ഷണമെല്ലാം. അവർക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോളുക, നമ്മളാരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക. ഞാനെല്ലാം വൃത്തിയാക്കിയിട്ട് ഒന്നുകൂടി കാണിക്കാം. മുമ്പത്തെ പോലെ ചക്ക എത്രയോ കാലം കാത്തിരിക്കുകയൊന്നും വേണ്ട. പ്ലാവും തൈ നട്ടിട്ട് ഇപ്പോൾ പെട്ടെന്ന് കായ്ക്കുന്ന ഉണ്ടല്ലോ, പ്ലാവുണ്ടല്ലോ, എല്ലാം വാങ്ങിയിട്ട് ഓരോന്നെങ്കിലും ഒരാൾ പറമ്പിൽ നടാൻ നോക്കണം. ഈ ചക്കേനെ നമ്മൾ ഏറ്റവും നല്ല ഇതായിട്ട് ഭക്ഷണത്തിൽ ചേർക്കണം എന്തായാലും. ചക്ക ഏതാ നാലായി കീറിയിട്ട് ഇങ്ങനെ നമ്മൾ കീറില്ല കഴിഞ്ഞു പോന്ന് കഴിഞ്ഞു. നാലായി കീറിയിട്ട് ഇതേ കളയേണ്ടത്, മേലത്തെ ചുളി മാത്രം. ചക്ക മുറിച്ചെല്ലാം കഷ്ണാക്കി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് വാരിയിടുന്നത്. കുറച്ച് വെക്കുന്നില്ല, കുറച്ച് നാളെയും വെക്കാമല്ലോ. ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും ആവില്ല, ഒരുപാടൊന്നും വേണ്ടല്ലോ. ചോറിനൊരു ഉപ്പേരി പോലെ ആയില്ലേ. രണ്ട് വീട്ടിലേക്ക് ആയി ഇതൊക്കെ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് ഇങ്ങനെ വേണ്ടുന്ന വെള്ളം കൂടി വയ്ക്കണം. ആവശ്യത്തിന് വെള്ളം. നീര് പറയുന്നുണ്ടാക്കി തേങ്ങ ചരിയിടണം. അത് വാങ്ങിയിട്ടാകുമ്പോൾ ഇട്ടാൽ മതി. വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ തേങ്ങ ഇട്ടിട്ട് ഇളക്കി വാങ്ങിയ വേണ്ട.
അടുപ്പത്ത് വെച്ചു, തീയാക്കിയത് 3-4 വിസിലടിക്കുക. ചക്ക അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കണ്ണിമാങ്ങ വറുക്കാൻ വന്നതാണ്. നമ്മളെ കാച്ചിലുണ്ടോ, അതാ ആദ്യം നട്ട കാച്ചിൽ എന്താ ഇവിടെ എത്തിയതാ, ഉണ്ടാ ഇവിടെ എത്തി കിടന്നിട്ട് ഉണ്ടല്ലേ. നന്നായിട്ട് മേലോട്ട് കയറി. അവിടെ ഒരു കാവേരി വാഴയുടെ കന്ന് കിട്ടിട്ടുണ്ട്. മേധമ്മളെ പിറന്നാളിന് നട്ടതാണ്, കാണിച്ചിട്ടാണ് ഇല്ലതാ. കാവേരി വാഴയുടെ കന്നായത്, ചെറിയ കന്ന്. നമ്മൾ സുന്ദരിച്ച് നല്ലോണം വളർന്നതാ. നമ്മളെ ബയോഗ്യാസിലെ വെള്ളം കോരി കുറച്ചുകൊണ്ട് ഒഴിച്ചാണ്, നന്നായിട്ട് വളരുന്നുണ്ട്. കണ്ടാ ഇത്രയും മാങ്ങ കിട്ടി. ഇപ്പോൾ ഇതാ ഇന്നലെ കിട്ടിയാലും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അന്നേരത്തേത് അച്ചാറിതാ ഇത്രയും അച്ചാറാക്കിയെന്ന് കണ്ടില്ലേ. എന്താ വെറുതെ കളയണ്ടല്ലോ, മാങ്ങ നിന്ന് കിട്ടുകയൊന്നും ചെയ്യില്ല നമുക്ക്. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് അച്ചാറാക്കാം. മഞ്ഞൾ കണ്ടോ, അവർക്ക് ഞാൻ ആ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് പൂങ്ങിയത്. ഇത് ഉണങ്ങുമ്പോഴേക്ക് ഇത്രയേ ഇല്ലൂ. ഇത് നമ്മളെ വെള്ളക്കാന്താരി പഴുത്തത് നമുക്കിങ്ങനെ പൊടിച്ചാൽ വറുത്തിടലും ചെയ്യാമല്ലോ. ഉണങ്ങുമ്പോഴേക്ക് ഒരിക്കൽ ഞാൻ പൊടിച്ചു, മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തു. ഇതൊന്നും ഇങ്ങനെ തുണിയിലിട്ടിട്ട് തല്ലലാന്ന് ഈ തുണിയിലിട്ട് തച്ചാൽ ഇതിൻ്റെ ഈ കറുപ്പ് കളറെല്ലാം പോവും. എന്നിട്ട് പൊടിക്കുക. മില്ലിലായാലും ഇങ്ങനെ തച്ച് എല്ലാം കളഞ്ഞ് പാറ്റിയിട്ട് അന്ന് കൊടുക്കലാമ്മ. അന്നേരം നല്ല മഞ്ഞ കളറായിട്ടുണ്ടാകും, മേലത്തെ കറുപ്പെല്ലാം പോകും. അന്നേരം ഒന്നാണ്ടല്ലേ. അഞ്ചാമത്തെ വിസിലും വന്നു, ഓഫാക്കലായി. ചക്ക ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇളക്കാനാവില്ലല്ലോ. ഇത് ഞാൻ ലേശം വെളുത്തുള്ളിയും തേങ്ങ ചിരവിയതും വെളുത്തുള്ളി. കുറച്ച് വെള്ളം അധികമാക്കിയതിന് നല്ല വേവുണ്ട് ഇതിൻ്റെ കുരുവിന്, അത് കുറച്ചധികം വെള്ളമാക്കി. ഞാൻ കടുക് വറുക്കാൻ എണ്ണ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് ഉഴുന്നരിപ്പും കൂടെ ഇടുന്നുണ്ട്.